ഹെസക്കിയേൽ 11 അധ്യായം 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ആത്മാവെന്നെ ഉയർത്തി കർത്താവിൻ്റെ ആലയത്തിൻ്റെ കിഴക്കേ കവാടത്തിലേക്ക് കൊണ്ടുവന്നു. അതാ അവിടെ 25 പേർ, ജനപ്രമാണികളായ ആസൂറിൻ്റെ പുത്രൻ യാസനിയായെയും ബനാനിയായുടെ പുത്രൻ പെലാത്തിയായെയും അവരുടെ ഇടയിൽ ഞാൻ കണ്ടു. അവിടെ നിന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഇവരാണ് പട്ടണത്തിൽ ദുഷ്കൃത്യങ്ങൾക്കും കളമൊരുക്കുകയും ദുരുപദേശങ്ങൾ നൽകുകയും ചെയ്യുന്നവർ. അവർ പറയുന്നു, നാം വീട് പണിയേണ്ട സമയമായിട്ടില്ല, ഈ നഗരം കൂട്ടകവും നാം മാംസവുമാണ്. ആകയാൽ പ്രവചിക്കുക, മനുഷ്യപുത്ര, അവർക്കെതിരായി പ്രവചിക്കുക. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ വന്ന് എന്നോട് കൽപ്പിച്ചു, കർത്താവ് അരുളി ചെയ്യുന്നുവെന്ന് പറയുക. ഇസ്രായേൽ ഭവനമേ, നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നു, നിങ്ങളുടെ മനസ്സൊതിക്കുന്നതെല്ലാം ഞാൻ അറിയുന്നു. ഈ നഗരത്തിൽ നിങ്ങൾ എണ്ണമറ്റ വധം നടത്തി, മൃതശരീരങ്ങൾ കൊണ്ട് നഗരവീഥികൾ നിങ്ങൾ നിറച്ചു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ നഗരമധ്യത്തിൽ കൊന്നിട്ടിരിക്കുന്നവരാണ് മാംസം. ഈ നഗരമാണ് കുട്ടകം. എന്നാൽ നിങ്ങളെ ഞാൻ അതിൻ്റെ മധ്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. നിങ്ങൾ വാളിനെ ഭയപ്പെടുന്നു, ഞാൻ നിങ്ങളുടെ മേൽ വാൾ വീഴ്ത്തും. ദൈവമായ കർത്താവാണത് പറയുന്നത്. നിങ്ങളെ ഞാൻ നഗരമധ്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് വിദേശീയരുടെ കയ്യിലേൽപ്പിക്കും. നിങ്ങളുടെ മേൽ എൻ്റെ ശിക്ഷാവിധി ഞാൻ നടപ്പിലാക്കും. നിങ്ങൾ വാളിനിരയാകും. ഇസ്രായേലിൻ്റെ അതിർത്തിയിൽ വെച്ച് നിങ്ങളെ ഞാൻ വിധിക്കും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. ഈ നഗരം നിങ്ങൾക്ക് കുട്ടകമായിരിക്കുകയില്ല, നിങ്ങൾ അതിലെ മാംസവുമായിരിക്കുകയില്ല. നിങ്ങളെ ഞാൻ ഇസ്രായേലിൻ്റെ അതിർത്തിയിൽ വെച്ച് വിധിക്കും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. നിങ്ങൾ എൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ചില്ല, എൻ്റെ നിയമങ്ങൾ പാലിച്ചില്ല. നിങ്ങളുടെ ചുറ്റുമുള്ള ജനതകളുടെ പ്രമാണങ്ങൾ അനുസരിച്ചാണ് നിങ്ങൾ പ്രവർത്തിച്ചത്. ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ബനാനിയയുടെ പുത്രനായ പെലാത്തിയ മരിച്ചു. ഞാൻ കമിഴ്ന്നു വീണ് ഉച്ചത്തിൽ നിലവിളിച്ചു, ദൈവമായ കർത്താവെ, ഇസ്രായേലിൽ അവശേഷിച്ചിരിക്കുന്നവരെ അങ്ങ് പൂർണ്ണമായി നശിപ്പിക്കുമോ? കർത്താവ് അരുളി ചെയ്തു, മനുഷ്യപുത്ര, നിന്റെ സഹോദരങ്ങളോടും ബന്ധുക്കളോടും ഇസ്രായേൽ ഭവനം മുഴുവനോടുമാണ് ജെറുസലേം നിവാസികൾ ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾ കർത്താവിൽ നിന്ന് അകന്നുപോയി. ഈ ദേശം ഞങ്ങൾക്കാണ് അവകാശമായി നൽകിയിരിക്കുന്നത്. ആകയാൽ ഇങ്ങനെ പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അവരെ ഞാൻ ജനതകളുടെ ഇടയിലേക്ക് അകറ്റിയെങ്കിലും, രാജ്യങ്ങളുടെ ഇടയിൽ അവരെ ഞാൻ ചിതറിച്ചെങ്കിലും, അവർ എത്തിച്ചേർന്ന രാജ്യങ്ങളിൽ തത്കാലത്തേക്ക് ഞാൻ അവർക്ക് ദേവാലയമായി. വീണ്ടും പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെ ഞാൻ ജനതകളുടെ ഇടയിൽ ഒരുമിച്ച് കൂട്ടും. നിങ്ങൾ ചിതറിപ്പാർക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ ശേഖരിക്കും. ഇസ്രായേൽ ദേശം നിങ്ങൾക്ക് ഞാൻ നൽകും. അവിടെ വരുമ്പോൾ അവർ എല്ലാ നിന്ദ്യാവസ്ഥകളും മ്ലേച്ഛതകളും അവിടെ നിന്ന് നീക്കിക്കളയും. അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും, ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും. അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസള ഹൃദയം ഞാൻ കൊടുക്കും. അങ്ങനെ അവർ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും എൻ്റെ നിയമങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്യും. അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും. എന്നാൽ നിന്ദ്യവസ്തുക്കളിലും മ്ലേച്ഛതകളിലും ഹൃദയം അർപ്പിച്ചിരിക്കുന്നവരുടെ പ്രവൃത്തികൾക്ക് അവരുടെ തലയിൽ തന്നെ ഞാൻ ശിക്ഷ വരുത്തും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, കെരൂബുകൾ ചിറകുകൾ ഉയർത്തി, ചക്രങ്ങളും അവയുടെ വശങ്ങളിൽ ഉയർന്നു. ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം അവയുടെ മീതെ നിലകൊണ്ടു. കർത്താവിൻ്റെ മഹത്വം നഗരമധ്യത്തിൽ നിന്ന് ഉയർന്ന് നഗരത്തിന് കീഴിലുള്ള മലമുകളിൽ ചെന്ന് നിന്നു. ആത്മാവിനെ എടുത്തുയർത്തി ദൈവാത്മാവിൽ നിന്നുള്ള ദർശനത്തിൽ കൽദായ ദേശത്ത് പ്രവാസികളുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഞാൻ കണ്ട ദർശനം അപ്രത്യക്ഷമായി. കർത്താവ് എനിക്ക് കാണിച്ചു തന്നതെല്ലാം ഞാൻ പ്രവാസികളോട് പറഞ്ഞു. ഹെസക്കിയേൽ 12 അധ്യായം 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിനോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ധിക്കാരികളുടെ ഭവനത്തിലാണ് നീ വസിക്കുന്നത്. അവർ കണ്ണുണ്ടായിട്ടും കാണുന്നില്ല, ചെവിയുണ്ടായിട്ടും കേൾക്കുന്നില്ല,
എന്തെന്നാൽ അവർ ധിക്കാരികളുടെ ഭവനമാണ്. മനുഷ്യപുത്ര, പ്രവാസത്തിന് വേണ്ട ഭാണ്ഡവും തയ്യാറാക്കി പകൽ സമയം അവർ കാണുക തന്നെ പുറപ്പെടുക. പ്രവാസിയെപ്പോലെ സ്വന്തം സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് അവർ നോക്കി നിൽക്കെ തന്നെ നീ പോകണം. ധിക്കാരികളുടെ ഭവനമാണെങ്കിലും ഒരുപക്ഷെ അവർ കാര്യം മനസ്സിലാക്കിയേക്കും. നിന്റെ ഭാണ്ഡം പ്രവാസത്തിനുള്ള ഭാണ്ഡം എന്ന പോലെ പകൽ സമയം അവർ കാണുക നീ പുറത്തേക്ക് കൊണ്ടുവരണം. പ്രവാസത്തിന് പോകുന്നവരെ പോലെ നീ സായങ്കാലത്ത് അവർ നോക്കി നിൽക്കേ പുറപ്പെടണം. അവർ കാണുക ഭിത്തിയിലൊരു ദ്വാരമുണ്ടാക്കി അതിലൂടെ കടന്നു പോകണം. അവർ നോക്കി നിൽക്കെ തന്നെ നീ ഭാണ്ഡം തോളിലേറ്റ് ഇരുട്ടത്ത് പുറത്ത് കിടക്കുക. നിലം കാണാതിരിക്കാൻ നീ മുഖം മൂടിയിരിക്കണം. എന്തെന്നാൽ നിന്നെ ഞാൻ ഇസ്രായേൽ ഭവനത്തിന് ഒരടയാളമാക്കിയിരിക്കുന്നു. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു. പ്രവാസത്തിനുള്ള ഭാണ്ഡം എന്ന പോലെ എൻ്റെ ഭാണ്ഡം പകൽ സമയത്ത് ഞാൻ പുറത്തു കൊണ്ടുവന്നു. സായംകാലത്ത് എൻ്റെ കൈകൊണ്ട് തന്നെ ഭിത്തി തുറന്ന് ഭാണ്ഡം തോളിലേറ്റി അവർ കാണുക തന്നെ ഇരുട്ടത്ത് ഞാൻ പുറപ്പെട്ടു. പ്രഭാതത്തിൽ കർത്താവിനോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനം, ധിക്കാരികളുടെ ആ ഭവനം നീ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചില്ലേ? നീ അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഈ അരുളപ്പാട് ജെറുസലേമിലെ രാജാവിനെയും അവിടെയുള്ള ഇസ്രായേൽ ഭവനം മുഴുവനെയും കുറിച്ചുള്ളതാണ്. നീ അവർക്കൊരടയാളമാണ്. നീ ചെയ്തതുപോലെ അവർക്കും സംഭവിക്കും. പ്രവാസത്തിനും അടിമത്തത്തിനും അവർ വിധേയരാകുമെന്ന് അവരോട് പറയുക. അവരുടെ രാജാവ് തൻ്റെ ഭാണ്ഡം തോളിലേറ്റി ഇരുട്ടത്ത് പുറപ്പെടും. അവർ ഭിത്തി തുറന്ന് അതിലൂടെ കടന്നു പോകും. നിലം കാണാതിരിക്കാൻ അവൻ മുഖം മറച്ചിരിക്കും. എൻ്റെ വല ഞാൻ അവൻ്റെ മേൽ വീശും. അവൻ എൻ്റെ കെണിയിൽപ്പെടും. കൽദായരുടെ ദേശമായ ബാബിലോണിലേക്ക് ഞാൻ അവനെ കൊണ്ടുപോകും. അവനത് കാണുകയില്ല. അവിടെ വെച്ച് അവൻ മരിക്കും. അവന് ചുറ്റുമുള്ളവരെയെല്ലാം, അവൻ്റെ സഹായകരെയും സൈന്യത്തെയും 4 ദിക്കിലേക്കും ഞാൻ ചിതറിക്കും. ഊരിയ വാളുമായി ഞാൻ അവരെ പിന്തുടരും. ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ അവരെ ഞാൻ ചിതറിക്കുമ്പോൾ ഞാനാണ് കർത്താവ് എന്നവർ അറിയും. തങ്ങൾ എത്തിച്ചേർന്നിടത്തെ ജനതകളിടയിൽ സ്വന്തം മ്ലേച്ഛതകൾ ഏറ്റുപറയാൻ വേണ്ടി വാളിൽ നിന്നും ക്ഷാമത്തിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും അവരിൽ കുറച്ചുപേർ രക്ഷപ്പെടാൻ ഞാൻ ഇടയാക്കും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും. കർത്താവിനോട് അരുളി ചെയ്യുന്നു, മനുഷ്യപുത്ര, വിറയലോടെ അപ്പം ഭക്ഷിക്കുകയും ഭയത്തോടും ഉത്കണ്ഠയോടും കൂടെ വെള്ളം കുടിക്കുകയും ചെയ്യുക. ആ ദേശത്ത് വസിക്കുന്നവരോട് പറയുക, ഇസ്രായേലിൽ ജെറുസലേമിൽ പാർക്കുന്നവരെ പറ്റി ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ വിറയലോടെ അപ്പം ഭക്ഷിക്കും, സംഭ്രമത്തോടെ വെള്ളം കുടിക്കും. എന്തെന്നാൽ അവിടെ വസിക്കുന്നവരുടെ അക്രമം നിമിത്തം അവരുടെ നാട്ടിൽ നിന്ന് എല്ലാം അപഹരിക്കപ്പെടും. ജനനിബിഡമായ നഗരങ്ങൾ ശൂന്യമാക്കപ്പെടും. ദേശം നിർജ്ജനമായി തീരും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. കർത്താവിനോട് അരുളി ചെയ്യുന്നു, മനുഷ്യപുത്ര, നാളുകൾ നീളുന്നു, ദർശനം നിറവേറുന്നില്ല എന്ന് ഇസ്രായേലിൽ നിലനിൽക്കുന്ന പഴമൊഴിയുടെ അർത്ഥം എന്താണ്? അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ഈ പഴമൊഴിക്ക് വിരാമമിടും. ഇനി അത് ഇസ്രായേൽ പഴമൊഴിയായിരിക്കുകയില്ല. എന്തെന്നാൽ സമയമായി, എല്ലാ ദർശനങ്ങളും പൂർത്തിയാകാൻ പോകുന്നു എന്ന് അവരോട് പറയുക. ഇസ്രായേൽ ഭവനത്തിൽ ഇനി വ്യർത്ഥ ദർശനങ്ങളോ മുഖസ്തുതിക്ക് വേണ്ടിയുള്ള വ്യാജ പ്രവചനങ്ങളോ ഉണ്ടാവുകയില്ല. കർത്താവായി ഞാൻ പറയുന്നു, പറയുന്നവ നിറവേറ്റുകയും ചെയ്യും. താമസമുണ്ടാവുകയില്ല. ധിക്കാരികളുടെ ഭവനമേ, നിങ്ങളുടെ നാളിൽ തന്നെ ഞാൻ സംസാരിക്കുകയും അത് നിറവേറ്റുകയും ചെയ്യുമെന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവിനോട് വീണ്ടും അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനം പറയുന്നു, ഇവൻ്റെ ദർശനങ്ങൾ അടുത്തെങ്ങും സംഭവിക്കാത്തവയും ഇവൻ്റെ പ്രവചനങ്ങൾ വിദൂരഭാവിയെക്കുറിച്ചുമുള്ളവയാണ്. ആകയാൽ നീ അവരോട് പറയുക, ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇനി ഒട്ടും വിളംബം സംഭവിക്കുകയില്ല. അവ നിറവേറ്റുക തന്നെ ചെയ്യും എന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു.